പെണ്ണിന് നിറം പോരെന്നും സൗന്ദര്യം കുറവാണെന്നും പറഞ്ഞ് വിവാഹം വേണ്ടെന്ന് വെക്കുന്ന ചില പുരുഷന്മാരുണ്ട് നമ്മുടെ നാട്ടിൽ. അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യമായിരിക്കാം. എന്നാൽ വീട്ടിൽ പോയി പെണ്ണും കണ്ട് പിന്നീട് വിവാഹം കഴിച്ച ശേഷം സൗന്ദര്യം പോരെന്ന് പറയുന്നത് ശുദ്ധ തെമ്മാടിത്തരമാണ്. മലപ്പുറം എളങ്കൂരിൽ യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പുറത്തു വരുന്നത് അങ്ങേയറ്റം വേദനിപ്പിക്കുന്ന കഥകളാണ്. സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചതിൽ മനംനൊന്താണ് പൂക്കോട്ടുംപാടം സ്വദേശിനി വിഷ്ണുജ മരിച്ചതെന്നാണ് കുടുംബത്തിൻ്റെ ആരോപണം. ഇതോടൊപ്പം കോഴിക്കോട് രാമനാട്ടുകരയിൽ സ്വവർഗ ലൈംഗികതയ്ക്ക് വിസമ്മതിച്ചതിന് യുവാവിനെ കൊലപ്പെടുത്തിയ വാർത്ത കൂടി കേട്ടു. ഈ കേസുകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ഭാര്യയ്ക്ക് ജോലിയില്ലെന്നും തൻ്റെ സങ്കല്പത്തിനനുസരിച്ചുള്ള സൗന്ദര്യം പോരെന്നും പറഞ്ഞ് ക്രൂരപീഡനം. നാട്ടുകാർ കണ്ടാൽ നാണക്കേട്. വീടിന് പുറത്തു പോകുമ്പോൾ ഭാര്യയെ കൊണ്ടുപോകില്ല. ഇങ്ങനെ കല്യാണം കഴിഞ്ഞ നാൾ മുതൽ ഭർത്താവിൻ്റെ അവഹേളനം കുറെ സഹിച്ചതാണ് മലപ്പുറം എളങ്കൂരിലെ വിഷ്ണുജ എന്ന യുവതി. ഇതിൻ്റെ പേരിൽ ഭർത്താവ് പ്രബിൻ മർദ്ദിക്കുന്നതും പതിവായിരുന്നു. ഒടുവിൽ എല്ലാം സഹിച്ചു മടുത്ത് വിഷ്ണുജ ജീവിതം തന്നെ അവസാനിപ്പിച്ചു. ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് യുവതിയെ ഭർത്തൃവീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കേസിൽ ഭർത്താവ് പ്രബിനെ മഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ആത്മഹത്യാ പ്രേരണ, സ്ത്രീപീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. മെയ്യിലാണ് വിഷ്ണുജയും എളങ്കൂർ സ്വദേശി പ്രബിനും തമ്മിലുള്ള വിവാഹം നടന്നത്. വിഷ്ണുജയെ സൗന്ദര്യം കുറവെന്ന് പറഞ്ഞ് ഭർത്താവ് പീഡിപ്പിച്ചിരുന്നുവെന്നാണ് ആരോപണം. സ്ത്രീധനം നൽകിയത് കുറവെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചുവെന്നും ജോലിയില്ലെന്ന് പറഞ്ഞ് ഉപദ്രവമുണ്ടായിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഭർത്താവിന്റെ ബന്ധുക്കൾ കൂട്ടുനിന്നെന്നും ആരോപണമുണ്ട്. ഭർത്താവിന് പുറമെ കുടുംബത്തിനെതിരെ നടപടി വേണമെന്നാണ് ആവശ്യം. മാനസികവും ശാരീരികമായിട്ടുള്ള പീഡനം, വളരെ കടുത്ത പീഡനം നേരിട്ടിരുന്നത് ഇപ്പോഴാണ് ഓരോന്നും നമ്മൾ അറിയുന്നത്. അതായത് അവളൊപ്പം പഠിച്ച കൂട്ടുകാരികളും ഒക്കെ പറഞ്ഞു, അവരൊക്കെ ഓരോന്നും എടുക്കാണ്ട് അത് ഇതൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്, തെളിവുകളൊക്കെ ഉണ്ട്. ശക്തമായ നടപടി. എൻ്റെ കുട്ടീനെ എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യം അവന് വധശിക്ഷ വരെ വാങ്ങിക്കൊടുക്കണം എന്നുള്ളതാണ്. അതാണ്, എന്നാലേ എനിക്ക് നീതി കിട്ടില്ല. കേസിൽ വിഷ്ണുജിയുടെ ഭർത്താവ് പ്രബിന്റെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ആത്മഹത്യാ പ്രേരണ, സ്ത്രീ പീഡനം എന്നീ കുറ്റങ്ങളാണ് പ്രതിക്കെതിരെ ചുമത്തിയത്. മഞ്ചേരി പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. എന്നാൽ വിഷ്ണുജിയുടെ കുടുംബത്തിന്റെ ആരോപണങ്ങൾ കുടുംബം തള്ളി. വിഷ്ണുജിയും പ്രബിനുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു എന്നും എന്നാൽ മറ്റാരോപണങ്ങൾ ശരിയല്ലെന്നുമാണ് കുടുംബത്തിന്റെ പ്രതികരണം. ന്യൂസ് 18 മലപ്പുറം. കേരളത്തിൽ കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു കൊലപാതക വാർത്തയാണ് കോഴിക്കോട് രാമനാട്ടുകരയിൽ നിന്നും പുറത്തു വന്നത്. രാമനാട്ടുകരയിലെ ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ്. സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചതാണ് കൊണ്ടോട്ടി സ്വദേശി ഷിബിനെ വെട്ടുകല്ലുകൊണ്ട് ഇടിച്ച് ക്രൂരമായി കൊലപ്പെടുത്താനുള്ള കാരണം. കേസിൽ പ്രതി വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. പിന്നീട് പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതകത്തിൻ്റെ ചുരുളഴിഞ്ഞത്. രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്ത് വെച്ച് ഷിബിനും ഇജാസും മദ്യപിച്ചിരുന്നു. ഇതിനിടെ ഷിബിൻ ഇജാസിനെ സ്വവർഗ ലൈംഗികതയ്ക്ക് നിർബന്ധിച്ചു.
നിർബന്ധത്തിന് വഴങ്ങില്ലെന്ന് കണ്ടതോടെ ഷിബിൻ ഉപദ്രവിച്ചെന്നും തുടർന്നുണ്ടായ സംഘർഷമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നുമാണ് ഇജാസ് പോലീസിന് നൽകിയ മൊഴി. അതേസമയം ഇജാസിന്റെ മൊഴി പോലീസ് പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിട്ടില്ല. രാമനാട്ടുകര ഫ്ലൈ ഓവർ ജംഗ്ഷന് സമീപം ഒഴിഞ്ഞ പറമ്പിലാണ് രാവിലെയോടെ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെട്ടുകല്ലുകൊണ്ട് മർദ്ദിച്ച് മുഖം വികൃതമാക്കിയ നിലയിലായിരുന്നു മൃതദേഹം. തുടർന്ന് പോലീസ് വൈദ്യരങ്ങാടി സ്വദേശി ഇജാസിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതക കാരണമെന്നായിരുന്നു പ്രാഥമിക നിഗമനം. ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട് പ്രതി ഇജാസിന്റെ ബന്ധു അടുത്തിടെ കൊല്ലപ്പെട്ടിരുന്നു. ഇതിന്റെ പ്രതികാരമായാണോ കൊലപാതകമെന്നായിരുന്നു പോലീസ് അന്വേഷിച്ചത്. എന്നാൽ കസ്റ്റഡിയിലെടുത്ത ഇജാസിനെ വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് കൊലപാതക കാരണം വെളിപ്പെടുത്തിയത്. ന്യൂസ് 18 കോഴിക്കോട്. തൊടുപുഴ മൂലമറ്റത്തെ ഭീതിപ്പെടുത്തിയ ഒരു കാഴ്ചയിലേക്കാണിനി. മൂലമറ്റം തേക്കിൻകൂപ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെ നാട്ടുകാർ പോലീസിന് വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോഴാണ് ജീർണിച്ച നിലയിൽ ഒരു അജ്ഞാത മൃതദേഹം കണ്ടെത്തിയത്. പായയിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു മൃതദേഹം. കോട്ടയം ജില്ലയിലെ മേലുകാവിൽ നിന്ന് കാണാതായയാളുടെ മൃതദേഹമാണോ എന്നാണ് പോലീസ് സംശയിക്കുന്നത്. മൃതദേഹത്തിന് 2 ദിവസത്തോളം പഴക്കമുണ്ട്. സംഭവം കൊലപാതകമാണെന്ന നിഗമനത്തിലാണ് പോലീസിന്റെ അന്വേഷണം. മൂലമറ്റം തേക്കൻകൂപ്പിൽ നിന്ന് ദുർഗന്ധം വമിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് പോലീസിൽ ആദ്യം വിവരം അറിയിക്കുന്നത്. മേലുകാവിൽ നിന്ന് കാണാതായ ഒരാൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. തുടർന്ന് സ്ഥലത്തെത്തി നടത്തിയ പരിശോധനയിലാണ് പ്ലാസ്റ്റിക് പായയിൽ പൊതിഞ്ഞ നിലയിൽ മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തിലേറെ പഴക്കമുണ്ടെന്നാണ് നിഗമനം. ജീർണിച്ചു തുടങ്ങിയ അവസ്ഥയിലുള്ള മൃതദേഹം തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ്. കോട്ടയം മേലുകാവ് പ്രദേശത്ത് നിന്ന് കാണാതായ വ്യക്തിയാണെന്ന പ്രാഥമിക നിഗമനത്തിലാണ് പോലീസ്. അവിടെ മറ്റേ KCBയുടെ പോസ്റ്റിൻ്റെ താഴെയായിട്ട് കാട്ടിൽ ഒരു പായൽ പോയിന് രീതിയിലാണ് ബോഡി ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ഡീകമ്പോഷൻ ആരുടെയാണെന്നുള്ള കാര്യം തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ സയൻറ്റിഫിക് ടെസ്റ്റിൽ ഡോസ് സ്ക്വാഡ് ഫിംഗർ പ്രിൻ്റ് എക്സ്പെർട്ട് എല്ലാവരും വരുന്നുണ്ട്. അതും കൂടി വന്നതിന് ഇൻവെസ്റ്റിനൊക്കെ ശേഷം എന്തെങ്കിലും ഞങ്ങൾക്ക് തിരിച്ചറിയാനെന്തെങ്കിലും രേഖകളോ അല്ലെങ്കിൽ എന്തെങ്കിലും അടയാളങ്ങൾ എന്തെങ്കിലും നോക്കി തിരിച്ചറിയുന്നുണ്ടെങ്കിൽ ബാക്കി DNA പ്രൊഫൈലിങ്ങൊക്കെ നടത്തി തിരിച്ചറിയും. ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളെ ദിവസങ്ങളായി മേലുകാവിൽ നിന്ന് കാണാതായിട്ടുണ്ട്. 30ഓളം കേസിൽ ഉൾപ്പെട്ട ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. ക്രിമിനൽ സംഘങ്ങൾ തമ്മിലുള്ള വൈരാഗ്യത്തിന്റെ ഭാഗമായുള്ള കൊലപാതകമാണോ എന്നും പോലീസ് സംശയിക്കുന്നു. ഫോറൻസിക് വിദഗ്ധർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മൃതദേഹം തിരിച്ചറിയാൻ DNA പരിശോധനയടക്കം നടത്തും. ഇതിന്റെ ഫലം കിട്ടി ആളെ തിരിച്ചറിഞ്ഞാലേ കൊലപാതകത്തിന്റെ കാരണമടക്കമുള്ളവയിൽ വ്യക്തത വരൂ എന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 തൊടുപുഴ. സ്വന്തം കൈക്കുഞ്ഞിനെ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയാൽ ഒരു പെറ്റമ്മയ്ക്കത് സഹിക്കാൻ കഴിയുമോ? എന്നാൽ തിരുവനന്തപുരം ബാലരാമപുരത്ത് 2.5 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിലെറിഞ്ഞ് കൊലപ്പെടുത്തിയ കേസിൽ അമ്മ ശ്രീധുവിന് ഇപ്പോഴും യാതൊരു സങ്കടവുമില്ല. അത്രയ്ക്കും മനസ്സാക്ഷിയില്ലാത്തവളാണോ അമ്മയെന്ന് വിളിക്കുന്ന ആ സ്ത്രീ? അവർ ഒരു തട്ടിപ്പുകാരിയാണെന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. ദേവസ്വം ബോർഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന ശ്രീധുവിനെതിരെ നേരത്തെ പരാതി ഉണ്ടായിരുന്നു. സംഭവത്തിൽ യുവതിക്കെതിരെ പോലീസ് സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തു. കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ റിമാൻഡിലുള്ള പ്രതി ഹരികുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ നീക്കം. ഒപ്പം ശ്രീധുവിനെയും വീണ്ടും ചോദ്യം ചെയ്യുമെന്നാണ് സൂചന.
4ാം ദിനവും ബാലരാമപുരം കൊലക്കേസിൽ അടിമുടി ദുരൂഹത തുടരുകയാണ്. ദേവസ്വം ബോർഡിലെ ജീവനക്കാരി എന്നായിരുന്നു കൊല്ലപ്പെട്ട കുഞ്ഞിന്റെ അമ്മ ശ്രീതു നാട്ടുകാരോട് പറഞ്ഞിരുന്നത്. കരാർ അടിസ്ഥാനത്തിൽ പോലും ദേവസ്വം ബോർഡിൽ ജോലി ചെയ്തിട്ടില്ലാത്ത ശ്രീതു ജോലി വാഗ്ദാനം ചെയ്താണ് പലരെന്നുമായി പണം തട്ടിയത്. പണത്തവണകളായി 10 ലക്ഷം രൂപ തട്ടിയെന്നാണ് ബാലരാമപുരം സ്വദേശിയുടെ പരാതി. വിശ്വാസവഞ്ചന, സാമ്പത്തിക തട്ടിപ്പ്, വ്യാജരേഖ ചമയ്ക്കൽ എന്നീ വകുപ്പുകളാണ് ശ്രീതുവിനെതിരെ ചുമത്തിയത്. പേർ പരാതിയുമായി പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. തട്ടിപ്പിൽ ഇടനിലക്കാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം തുടരുകയാണ്. നേരത്തെ പോലീസ് ചോദ്യം ചെയ്ത് വിട്ടയച്ച കരിക്കകം സ്വദേശിയായ ജോത്സൻ ദേവിദാസന് ഈ ഇടപാടുകളിൽ പങ്കുണ്ടോ എന്നും പരിശോധിക്കുന്നു. ശ്രീതു രണ്ടാമതും വിവാഹിതയായി എന്ന ജോത്സന്റെ വെളിപ്പെടുത്തലിലും അന്വേഷണം നടക്കുന്നു. സാമ്പത്തിക തട്ടിപ്പുകൾക്ക് കുഞ്ഞിന്റെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നതിലും പരിശോധനയുണ്ട്. കൊലക്കേസിൽ റിമാൻഡിൽ കഴിയുന്ന ഹരികുമാറിനെ നാളെ കസ്റ്റഡിയിൽ വാങ്ങും. മാനസിക ആരോഗ്യ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഇയാളെ ചോദ്യം ചെയ്യാനാണ് നീക്കം. അടിക്കടി ഇയാൾ മൊഴി മാറ്റിയതും മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിച്ചതും പോലീസിനെ കുഴപ്പിച്ചിരുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴയിലെ മാന്നാറിൽ ദുരന്തങ്ങൾ മാത്രം വേട്ടയാടിയ ഒരു കുടുംബമുണ്ട്. വൃദ്ധമാതാപിതാക്കളെ മകൻ വീടിന് തീകൊളുത്തി ചുട്ടരിച്ചു കൊന്ന കേസിന് പിന്നാലെയാണ് ഭീതിപ്പെടുത്തുന്ന കഥകൾ പുറത്തുവരുന്നത്. കൊല്ലപ്പെട്ട രാഘവൻ ഭാരതി ദമ്പതികളുടെ മൂത്ത മകൻ വിശ്വനാഥന്റെ മരണത്തിൽ 20 വർഷം കഴിഞ്ഞിട്ടും ദുരൂഹത ഒഴിഞ്ഞിട്ടില്ല. ഇവരുടെ മകൾ സുഭദ്ര തൊഴിലുറപ്പ് ജോലിക്കിടെ പാമ്പുകടിയേറ്റാണ് മരിച്ചത്. മറ്റൊരു മകൾ സിന്ധുവിൻ്റെ മരണം ക്യാൻസർ രോഗത്തെ തുടർന്നായിരുന്നു. ഒടുവിൽ സ്വത്ത് തർക്കത്തെ തുടർന്ന് പിതാവ് രാഘവനെയും അമ്മ ഭാരതിയെയും മകൻ തീകൊളുത്തി കൊലപ്പെടുത്തുന്നു. ഇരുവരുടെയും മൃതദേഹം വീടിന് സമീപത്തായി ഒരേ ചിതയിൽ സംസ്കരിച്ചു. രാവിലെ 10 മണിയോടെയാണ് രാഘവന്റെയും ഭാര്യ ഭാരതിയുടെയും മൃതദേഹങ്ങൾ വീട്ടിലെത്തിച്ചത്. തുടർന്ന് കത്തിയമർന്ന വീടിന് സമീപത്തായി ഒറ്റ ചിതയിൽ സംസ്കാരം. ഗോദാവരി, സരസ്വതി, നർമ്മദേ, സിന്ധു, കാവേരി, ജലേസ്മിൻ. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ, കൊടിക്കുന്നിൽ സുരേഷ് MP തുടങ്ങി നിരവധി ആളുകൾ വൃദ്ധദമ്പതികൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തി. കൊലപാതകത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്. മകൻ വിജയന് മാത്രമാണ് കൃത്യത്തിൽ പങ്കെന്നാണ് പോലീസ് നിഗമനം. ഇന്നലെ തന്നെ ഇതു സംബന്ധിച്ച തെളിവുകൾ പോലീസിന് ലഭിച്ചിരുന്നു. തെളിവെടുപ്പും പൂർത്തിയാക്കി. കൊലപാതകം, വീടിന് തീവെക്കൽ ഉൾപ്പെടെയുള്ള ഗുരുതരമായ വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. ന്യൂസ് 18 ആലപ്പുഴ. എറണാകുളം ചോറ്റാനിക്കരയിൽ ആൺസുഹൃത്തിന്റെ മർദ്ദനമേറ്റ് പെൺകുട്ടി മരിച്ച സംഭവത്തിൽ ദുരൂഹത ഇപ്പോഴും പൂർണ്ണമായും നീങ്ങിയിട്ടില്ല. പെൺകുട്ടി സ്വയം തൂങ്ങിയതാണോ അതോ കെട്ടിത്തൂക്കിയതാണോ? പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊലക്കുറ്റം ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചിരുന്നു. നിലവിൽ റിമാൻഡിലുള്ള കാമുകൻ അനൂപിനായി നാളെ കസ്റ്റഡി അപേക്ഷ നൽകും. ഇയാൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റം മാത്രമാണ് പോലീസ് ചുമത്തിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പ്രതി അനൂപിനെതിരെ ചുമത്താവുന്ന വകുപ്പുകൾ നിശ്ചയിക്കാൻ പോലീസ് നിയമോപദേശം തേടിയിരുന്നു. മരണകാരണം കെട്ടിത്തൂങ്ങിയതാണെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊലക്കുറ്റം ഒഴിവാക്കാൻ പോലീസ് തീരുമാനിച്ചത്. ഫാനിൽ കെട്ടിത്തൂങ്ങാൻ ശ്രമിച്ചപ്പോൾ പ്രതി ഷാൾ മുറിച്ച്
പെൺകുട്ടിയെ താഴേക്കിട്ടതാണ് കൊലക്കുറ്റത്തിൽ നിന്ന് ഒഴിവാക്കാനുള്ള കാരണം. എന്നാൽ മരണത്തിനു മുൻപ് പെൺകുട്ടിക്ക് ക്രൂരമായി മർദ്ദനമേറ്റിട്ടുണ്ട്. ലൈംഗിക അതിക്രമത്തിനും ശ്രമമുണ്ടായതായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അബോധാവസ്ഥയിലായ പെൺകുട്ടിക്ക് കൃത്യസമയത്ത് വൈദ്യസഹായം നൽകാൻ പ്രതി തയ്യാറാകാതിരുന്നതും ആരോഗ്യനില മോശമാക്കി. ആദ്യ എഫ്ഐആറിൽ പ്രതിക്കെതിരെ വധശ്രമവും ബലാത്സംഗവും അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയിരുന്നു. കസ്റ്റഡിയിൽ ലഭിച്ച ശേഷമായിരിക്കും ഇനി തുടർ നടപടികൾ ഉണ്ടാകുക. ഇയാളെ വീട്ടിൽ കൊണ്ടുവന്നു വിട്ട സുഹൃത്തിനെക്കുറിച്ചും അന്വേഷണം നടത്തുന്നുണ്ട്. പ്രതിയുടെ ക്രിമിനൽ പശ്ചാത്തലം കണക്കിലെടുത്ത് സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ട്. പെൺകുട്ടിയെ കൊല്ലണമെന്ന ഉദ്ദേശത്തോടുകൂടി ആരോടെങ്കിലും സംസാരിച്ചിരുന്നുവെന്നും പോലീസ് അന്വേഷിക്കുന്നു. ന്യൂസ് 18 കൊച്ചി. എത്രമാത്രം എൻ്റെ കുട്ടി വേദനിച്ചിട്ടുണ്ടാകും, എന്തൊക്കെ സഹിച്ചിട്ടുണ്ടാകും. കൊച്ചി തിരുവാണിയൂർ ഗ്ലോബൽ പബ്ലിക് സ്കൂളിൽ റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മിഹിറിൻ്റെ മാതാവ് ചങ്കുപൊട്ടി പറയുന്ന വാക്കുകളാണിത്. മരണശേഷവും മകനെതിരെ അധിക്ഷേപം തുടരുന്നതിൽ മനംനൊന്താണ് അമ്മ റെജിന സമൂഹ മാധ്യമങ്ങളിലൂടെ വീണ്ടും രംഗത്തെത്തിയത്. അതിനിടെ കേസിൽ മിഹിർ അഹമ്മദിൻ്റെ കുടുംബം അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. 3 വിദ്യാർത്ഥി സംഘങ്ങൾ നിരന്തരം അപമാനിച്ചിരുന്നതായി കുടുംബത്തിൻ്റെ മൊഴിയിൽ പറയുന്നു. സ്കൂൾ മാനേജ്മെൻറ്റിനെതിരെയും മൊഴിയിൽ പരാമർശമുണ്ട്. മിഹിർ ആത്മഹത്യ ചെയ്ത കേസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നേരിട്ട് അന്വേഷിക്കും. സ്കൂളിൽ നിരന്തരം ശല്യപ്പെടുത്തിയ വിദ്യാർത്ഥികളുടെ മുഴുവൻ വിശദാംശങ്ങളും കുടുംബം കൈമാറിയിട്ടുണ്ട്. ഇവരുടെ അപമാനവും പീഡനവും സഹിക്കാൻ കഴിയാതെയാണ് മിഹിർ ആത്മഹത്യ ചെയ്തതെന്നാണ് കുടുംബം നൽകിയിരിക്കുന്ന മൊഴി. മിഹിറിന്റെ മരണത്തെ വാട്സപ്പിലൂടെ അധിക്ഷേപിച്ച് മെസ്സേജ് അയച്ച വിദ്യാർത്ഥികൾക്കെതിരെയും നടപടികൾ വേണം. ഇത്രയൊക്കെ നടന്നിട്ടും അറിയാതിരുന്ന ഗ്ലോബൽ പബ്ലിക് സ്കൂൾ മാനേജ്മെന്റിനും അധ്യാപകർക്കുമെതിരെയും നിയമ നടപടികൾ വേണമെന്നും കുടുംബം ആവശ്യപ്പെടുന്നു. മുൻപ് പഠിച്ചിരുന്ന കാക്കനാട് ജെംസ് ഇന്റർനാഷണൽ പബ്ലിക് സ്കൂളിലെ വൈസ് പ്രിൻസിപ്പലിനെതിരെ കേസെടുക്കണമെന്നും കുടുംബാംഗങ്ങളുടെ മൊഴിയിലുണ്ട്. നേരത്തെ ഇവർ നൽകിയ പരാതിയിലും ജെംസ് സ്കൂളിനെതിരെ പരാമർശമുണ്ടായിരുന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം പോലീസ് വൈസ് പ്രിൻസിപ്പളെ ചോദ്യം ചെയ്തിരുന്നു. കുടുംബത്തിന്റെ അന്വേഷണത്തിൽ ബോധ്യമായ കാര്യങ്ങളും അവർ ഇതുമായി ബന്ധപ്പെട്ട് ശേഖരിച്ച തെളിവുകളും പോലീസിന് കൈമാറിയിട്ടുണ്ട്. അതേസമയം വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമുള്ള അന്വേഷണത്തിന്റെ ഭാഗമായി ആലുവ ഡിഇഒ സ്കൂളിലെത്തി കഴിഞ്ഞ ദിവസം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. കേസിൽ വിദ്യാർത്ഥികളുടെ മൊഴിയെടുപ്പ് വൈകാനാണ് സാധ്യത. അവരുടെ പരീക്ഷ നടക്കുന്ന സാഹചര്യത്തിലാണിത്. ന്യൂസ് 18 കൊച്ചി. സിനിമാ മേഖലയിലെ ലൈംഗിക പീഡന പരാതിയിൽ ഏറെ കോളിളക്കം സൃഷ്ടിച്ചതാണ് നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ്. ആ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ആലുവ സ്വദേശിനിയായ നടി ആരോപിച്ച കുറ്റം തെളിഞ്ഞതായും MLAക്കെതിരെ ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. നടിയുടെ പരാതിയിൽ നടൻ മണിയൻപിള്ള രാജുവിനെതിരെയും കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. താരസംഘടനയായിരുന്ന അമ്മയുടെ അംഗത്വം വാഗ്ദാനം ചെയ്താണ്
നടൻ മുകേഷ് പല സ്ഥലങ്ങളിൽ വെച്ച് നടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതെന്നാണ് കേസ്. കേസിൽ മുകേഷിനെതിരെയുള്ള ഡിജിറ്റൽ തെളിവുകളുണ്ടെന്നാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. വാട്സപ്പ് ചാറ്റുകളും ഇമെയിൽ സന്ദേശങ്ങളും കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കൂടാതെ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും ലഭിച്ചിട്ടുണ്ട്. ലൈംഗികാതിക്രമ വകുപ്പ് കൂടി ചേർത്താണ് മുകേഷിനെതിരെ കുറ്റപത്രം നൽകിയിരിക്കുന്നത്. കേസിൽ നടിയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് പ്രത്യേക അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചത്. കേസിൽ മുകേഷിന് നേരത്തെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു ശേഷം ഉയർന്നു വന്ന പരാതികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നു മുകേഷ് ഉൾപ്പെടെ 7 പേർക്കെതിരെ ആലുവ സ്വദേശിയായ നടി നൽകിയ പരാതി. ആദ്യം സമൂഹമാധ്യമങ്ങളിൽ വന്ന വെളിപ്പെടുത്തൽ പിന്നീട് അന്വേഷണ സംഘത്തിന് മുന്നിൽ പരാതിയായി എത്തി. നടി ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്നായിരുന്നു മുകേഷ് അടക്കമുള്ളവർ ഇതിൽ പ്രതികരിച്ചതും. സത്യം കണ്ടെത്തിയതിൽ സന്തോഷമെന്ന് പരാതിക്കാരി ന്യൂസ് 18നോട് പ്രതികരിച്ചു. അന്ന് ഒരുപാട് അപമാനം ഉണ്ടായല്ലോ, അതെനിക്കിന്ന് അനുഗ്രഹമായി മാറിയില്ലേ. അങ്ങനെ ഒരു നടി ബ്ലാക്ക്മെയിൽ ചെയ്ത എന്തുകൊണ്ട് അദ്ദേഹം പോലീസിൽ അറിയിച്ചില്ല, മനസ്സിലായോ? ഇതിനൊന്നും റിപ്ലൈ ചെയ്തില്ല. അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി സൊസൈറ്റിയോടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത്. കേസിൽ ഉൾപ്പെട്ടവർക്ക് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. CPM MLA ആയ മുകേഷിനെതിരായ ലൈംഗിക പീഡന പരാതി ഏറെ രാഷ്ട്രീയ വിവാദങ്ങൾ ഉയർത്തിയിരുന്നു. ന്യൂസ് 18 കൊച്ചി. സിനിമാ മേഖലയിൽ ചലച്ചിത്ര താരങ്ങൾ മാത്രമല്ല, മേക്കപ്പ് ആർട്ടിസ്റ്റുകളും ലൈംഗിക ചൂഷണത്തിന് ഇരകളാകുന്നുണ്ട്. കൊച്ചിയിൽ വെച്ച് വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റിനെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ ചീഫ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അറസ്റ്റിലായി. മേക്കപ്പ് ആർട്ടിസ്റ്റ് രുജിത് മോനാണ് പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ പിടിയിലായത്. ഇയാൾക്കെതിരെ തൃശ്ശൂരിലും സമാനമായൊരു കേസുണ്ട്. മേക്കപ്പ് ആർട്ടിസ്റ്റ് രുജിത് മോനെതിരെ വനിതാ മേക്കപ്പ് ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് പോലീസ് നടപടി. കാക്കനാട്ടെ ഫ്ളാറ്റിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. പ്രതിയെ റിമാൻഡ് ചെയ്തു. 2021 കേസിനാസ്പദമായ സംഭവം. കാക്കനാട്ടെ ഫ്ളാറ്റിൽ വെച്ച് രുജിത് മോൻ പരാതിക്കാരിയെ പീഡിപ്പിച്ചെന്നാണ് പരാതി. ഇയാൾക്കെതിരെ തൃശ്ശൂരിലും ഒരു കേസുണ്ട്. തൃക്കാക്കര പോലീസ് യുവതിയുടെ പരാതിയിൽ കേസെടുത്ത ശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറുകയായിരുന്നു. പോലീസ് നടപടിയെ തുടർന്ന് രുജിതിനെ ഫെഫ്കയിൽ നിന്നും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായി അടിയന്തര യോഗം ചേർന്നാണ് ഫെഫ്ക ഈ വിഷയത്തിൽ തീരുമാനമെടുത്തത്. കുറ്റവിമുക്തനാക്കുന്നതുവരെ സസ്പെൻഷൻ എന്ന് ഫെഫ്ക അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. അനുദിനം വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് ഒരു നടുക്കത്തോടെയാണ് കേരളം കേൾക്കുന്നത്. ബാലരാമപുരത്ത് കിണറ്റിലെറിഞ്ഞ് കൊന്ന ദേവേന്ദു എന്ന 2.5 വയസ്സുകാരി മുതൽ മഞ്ചേരി പുൽപ്പറ്റയിൽ ബക്കറ്റിലെ വെള്ളത്തിൽ മരിച്ച നിലയിൽ കണ്ട 3 മാസം പ്രായമുള്ള ആർദ്രദേവ് വരെയുള്ള മുഖങ്ങൾ ആർക്കും മറക്കാനാകില്ല. ചേന്നമംഗലത്തെയും നെന്മാറയിലെയും കൂട്ടക്കൊലയും ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയുടെ മരണവും ഉൾപ്പെടെയുള്ള കേസുകൾ ഞെട്ടലുളവാക്കിയതാണ്. മലയാളിയുടെ മനസാക്ഷി മരവിച്ചോ എന്ന ചോദ്യമാണ് ഈ ക്രൂര കൊലപാതകങ്ങൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. കുറ്റകൃത്യത്തിന്റെ ക്രൂരത കണ്ട് കേരളം ഞെട്ടിവിറയ്ക്കുന്നു. ദൈവത്തിന്റെ സ്വന്തം നാടിനു മുകളിൽ ശാപത്തിന്റെ കരുനിഴൽ. പുരോഗമന കാഴ്ചപ്പാടുകളിൽ ഇന്ത്യക്ക് മാതൃക എന്നൂറ്റം കൊണ്ട സംസ്ഥാനം മനോനില തെറ്റിയ കുറ്റവാളികളുടെ കേളിഗ്രഹമായി മാറിയെന്ന് ഒരമ്പരപ്പോടെയെങ്കിലും നാം തിരിച്ചറിയുന്നു. പുതുവത്സരം പിറക്കുന്ന ആഘോഷത്തിന്റെ മനോഹര നിമിഷത്തിലും കേരളത്തിൽ ഒരു കൊലപാതകം നടക്കുകയായിരുന്നു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് പുതുവത്സരം ആഘോഷിക്കാനെത്തിയ പ്രായപൂർത്തിയാകാത്ത 2 വിദ്യാർത്ഥികൾ 30-കാരനെ കുത്തിക്കൊന്നു. മുള്ളൂർക്കരയിൽ ന്യൂ ഇയർ ആശംസിക്കാത്ത സുഹൃത്തായ യുവാവിനെ കാപ്പ കേസ് പ്രതി 24 തവണ കുത്തി.
പത്തനംതിട്ടയിൽ 13 വയസ്സ് മുതൽ താൻ ലൈംഗിക പീഡനത്തിനിരയായി എന്ന് വെളിപ്പെടുത്തിയ 18-കാരി പറഞ്ഞത് 64 പേരുകൾ. ഒരു പെൺകുട്ടിയെ ഇത്രയധികം പേർ ലൈംഗിക ചൂഷണത്തിനിരയാക്കുന്ന സംഭവം അപൂർവം. പക്ഷേ അതും കേരളത്തിൽ നടക്കുന്നു. ചേന്നമംഗലം കൂട്ടക്കൊലയിൽ പശ്ചാത്താപമില്ലെന്നാണ് പ്രതി ഋതു ജയൻ അന്വേഷണ സംഘത്തോട് പറഞ്ഞത്. അയൽവാസികളായ 3 പേരെ കൊന്ന ശേഷം ഗുരുതരാവസ്ഥയിൽ കഴിയുന്ന 4-മത്തെയാൾ മരിക്കാത്തതിലാണ് പ്രയാസമെന്നാണ് പ്രതി പോലീസിനോട് പറഞ്ഞത്. വൈക്കത്ത് ഹണി ട്രാപ്പിൽ വൈദികനെ കുടുക്കിയ യുവതിയും സുഹൃത്തും പലപ്പോഴായി തട്ടിയത് 41 ലക്ഷം രൂപ. തലശ്ശേരിയിൽ ജനിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്ക് മകൻ നൽകിയ ശിക്ഷ മരണം. കഠിനംകുളത്ത് പൂജാരിയുടെ ഭാര്യയെ സുഹൃത്ത് ജോൺസൺ കൊലപ്പെടുത്തിയത് കഴുത്തിൽ കത്തികുത്തിയിറക്കി. നെന്മാറയിലെ കൊലയാളി ചെന്താമര വിശ്വസിക്കുന്നത് താൻ ഒരു കടുവയാണെന്നാണ്. ചോറ്റാനിക്കരയിലെ പോക്സോ അതിജീവിതയെ കാമുകൻ ചുറ്റിക കൊണ്ടടിച്ചു കൊന്നത് ഇഞ്ചിഞ്ചായി. അതിനിടയിലും ലൈംഗിക ബന്ധത്തിന് ശ്രമിച്ചു. ഇങ്ങനെ പിഞ്ചു കുഞ്ഞുങ്ങൾ മുതൽ വയോവൃദ്ധരെ വരെ കൊല്ലാൻ മടിയില്ലാത്ത നാടായി മലയാളക്കര മാറിക്കഴിഞ്ഞു. നീതിബോധമില്ലാത്ത, നിയമ സംവിധാനത്തെ ബഹുമാനിക്കാത്ത ഹീനനീച നികൃഷ്ട ജന്മങ്ങളായി മാവേലി നാട്ടിലെ മക്കൾ പരിണമിച്ചത് ആശ്ചര്യമെങ്കിലും സത്യം. കേരളത്തെ വീണ്ടെടുക്കാൻ, മനസാക്ഷിയെ തിരിച്ചുപിടിക്കാൻ കാത്തുനിൽക്കുകയോ ഈ നാട്? ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. കേരളത്തിൽ കാലത്തിനൊപ്പം കുറ്റകൃത്യങ്ങളുടെ രീതിയും മാറുകയാണ്. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമം വർദ്ധിക്കുന്നു. ലഹരി ഉപയോഗവും മാറിയ ജീവിത സാഹചര്യങ്ങളും കുറ്റകൃത്യങ്ങൾ പെരുകാൻ കാരണമായി. സമൂഹ മാധ്യമങ്ങൾ നൽകുന്ന തെറ്റായ സന്ദേശങ്ങൾ യുവാക്കളെ വഴിതെറ്റിക്കുന്നു. ലഹരി മാഫിയകളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വർദ്ധിച്ചു വരികയാണ്. കൃത്യമായ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ ഗുരുതരമായ പ്രശ്നങ്ങൾക്ക് അത് വഴിവെച്ചേക്കാം. അതിൽ ഇടപെടേണ്ടത് നമ്മുടെ ഭരണകൂടമാണ്. ലഹരി പദാർത്ഥങ്ങളുടെ വ്യാപനം തടയണം. യുവാക്കൾ ലഹരിയിലേക്ക് വഴുതി വീഴുന്നു എന്ന സൂചന കാണുമ്പോഴേ സമൂഹവും പോലീസും ഇടപെടണം. ഇതോടെ ഇന്നത്തെ പോലീസ് പട്രോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.